ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേർ ചോദിച്ചൊരു സംശയമാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്ന് ലഭിക്കും, ഏത് അഡ്രസ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അത് നമുക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്ന് ലഭിക്കും നോക്കുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫസ്റ്റ് പേജ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫോം നല്ല രീതിയിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ അവിടെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിന് വലത്തേ സൈഡിലായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു സൈഡിൽ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. ജസ്റ്റ് ആ ഒരു ഫോട്ടോയിലും ആ ഒരു പേപ്പറിൽ ജസ്റ്റ് സൈൻ ചെയ്യുന്നതിനാണ് സെൽഫ് അറ്റസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നാണ്. അതായത് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിൻ്റെ പേര് അവിടെ എഴുതുക. അടുത്ത രണ്ടാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്, നെയിം ഓഫ് കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ആ ഒരു സെക്ഷനിൽ എഴുതുക. അടുത്ത മൂന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ എഴുതുക. അടുത്ത നാലാമതായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഒരു സെക്ഷനിൽ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, അതായത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്, അതായത് ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ജനിച്ചിട്ട് എത്ര വർഷം, മാസം, ദിവസം ആയി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനിൽ എഴുതേണ്ടതാണ്. അടുത്ത ആറാമതായിട്ട് വെച്ചിരിക്കുന്നത് അഡ്രസ്സാണ്. ആദ്യം കറസ്പോണ്ടൻ്റ് അഡ്രസ്സാണ്. അടുത്ത ഏഴാമതായിട്ട് പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. അടുത്ത എട്ടാമതായിട്ട് വെച്ചിരിക്കുന്നത് കാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഏതാണ് ആ ഒരു കാസ്റ്റ് ആ ഒരു സെക്ഷനിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ SC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒൻപതാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ആ ഒരു സെക്ഷനിൽ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ അയച്ചിരിക്കേണ്ടതാണ്. അടുത്ത പത്താമതായിട്ട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. എക്സ്പീരിയൻസ് ഉള്ളവർ ആ ഒരു സെക്ഷനിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടതാണ്. അടുത്ത 11ാമതായിട്ട് വെച്ചിരിക്കുന്നത് ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു അപേക്ഷിക്കുന്ന പോസ്റ്റിലേക്ക് OBCക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാസ്റ്റ് അവിടെ എഴുതാൻ സാധിക്കുന്നതാണ്. അതർവൈസ് നിങ്ങളുടെ കാസ്റ്റിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ടെക്നിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അത് അവിടെ എഴുതുക. അടുത്ത 13ാമതായിട്ട് വെച്ചിരിക്കുന്നത് ഡൊമസൈലാണ്, അതായത് നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ കേരള എഴുതുക. അതുപോലെ തന്നെ ഡൊമസൈൽ തെളിയിക്കുന്നതിനുള്ള സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത 14ാമതായിട്ട് വെച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
യെസ് എന്ന് കൊടുക്കുന്നവർ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി 15ാമതായിട്ട് അവിടെ ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു സെക്ഷനിൽ നിങ്ങൾ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. കൂടാതെ ഇടത്തെ സൈഡിൽ ഡേറ്റും എഴുതിയിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഫോർ ഓഫീസ് റെക്കോർഡ് ഉള്ള എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം അടുത്ത പേജിലേക്ക് വരുമ്പോൾ അക്നോളജ്മെൻറ്റ് കാർഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പേപ്പറിലും നിങ്ങൾ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിരിക്കുന്ന അവിടെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പേര് അവിടെ എഴുതിയിരിക്കേണ്ടതാണ്. വലത്തെ സൈഡിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അവിടെ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എഴുതുക. അടുത്ത രണ്ടാമതായിട്ട് വെച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേരും ആ ഒരു സെക്ഷനിൽ എഴുതുക. അടുത്ത മൂന്നാമതായിട്ട് നിങ്ങളുടെ അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ ആ ഒരു സെക്ഷനിൽ എഴുതുക. ഹൗസ് നമ്പർ, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ആ ഒരു സെക്ഷനിൽ എഴുതിയിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് അക്നോളജ്മെൻറ്റ് കാർഡിൽ എഴുതിയിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഇതിന് അപേക്ഷിക്കാനുള്ള അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4 യൂണിറ്റിലേക്കാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഒന്നാമത് വെസ്റ്റ് ബംഗാളിലേക്കും, രണ്ടാമത് ആസാമിലേക്കും, മൂന്നാമത് ഹരിയാനയിലേക്കും, നാലാമത് ഡൽഹിയിലേക്കും. അങ്ങനെ 4 യൂണിറ്റിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വെസ്റ്റ് ബംഗാളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വെസ്റ്റ് ബംഗാളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം. വെസ്റ്റ് ബംഗാളിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഹിന്ദി ടൈപ്പിസ്റ്റ്, കുക്ക്, സ്റ്റോർ കീപ്പർ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, മെസ് സ്റ്റാഫ്, ലോണ്ടറി മാൻ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, വൾക്കനൈസർ, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തുടങ്ങി ഇത്രയും പോസ്റ്റിലേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ആസാമിലേക്ക് നോക്കുകയാണെങ്കിൽ ആസാമിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് മാത്രമാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വെസ്റ്റേൺ എയർ കമാൻഡ് കീഴിലുള്ള ഹരിയാനയിലേക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ന്യൂഡൽഹിയിലേക്കുള്ള എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് അതായത് LDC പോസ്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ 3 വേക്കൻസിയാണ് ഡൽഹിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ടോട്ടൽ 153 വേക്കൻസിയാണ് നിലവിൽ ഈ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 15 ജൂൺ 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.